എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്ര ബോട്ടിലുകൾ വേണ്ടി വരും എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ബോട്ടിൽസ്, ബോട്ടിലിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ബോട്ടിൽസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്തൊക്കെ തമ്മിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 5.25 വെള്ളമുണ്ട്. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒരു കുപ്പിയിൽ എത്ര കൊള്ളും എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 അല്ലെങ്കിൽ 3/4. അപ്പോൾ 5.25 ഡിവൈഡ് ബൈ 3/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് നിങ്ങൾക്കറിയാം 21/4 എന്ന് അതിനെ എഴുതാം. ഡിവൈഡഡ് ബൈ എത്ര? 3/4 എന്ന് വരും. ആ ഡിവിഷൻ മാറി ഇൻറ്റു ആ നേരത്ത് 21/4 ഇൻറ്റു എന്തെന്ന് വരും? 4/3. കണ്ടോ, ഡിവിഷൻ മാറി എന്ത് ചെയ്തു? ഇൻറ്റു ആയി. ഇവിടെ വെച്ച് 4ഉം ക്യാൻസലാവും. ബാക്കി എന്തൊക്കെയുണ്ട്? 21 ഉണ്ട്, ബൈ 3 ആണ്. 21/3 എന്ന് പറയുമ്പോൾ എത്ര കുപ്പി വേണ്ടി വരും? 7 കുപ്പികളാണ് വേണ്ടി വരുന്നത്. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ചോദ്യം എന്താണ്? ആൻ അയൺ റോഡ്, ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇരുമ്പ് ദണ്ടുണ്ട്. എത്രയുണ്ട് ആ ഇരുമ്പ് ദണ്ടിൻ്റെ നീളം? 17.5 മീറ്റർ നീളമുള്ള ഇരുമ്പ് ദണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? 2.5 മീറ്റർ വെച്ച് മുറിച്ച് മാറ്റുകയാണെങ്കിൽ ഹൗ മെനി പീസസ്, എത്ര പീസസ് ഉണ്ടായിരിക്കും എന്നാണ്. എത്ര കഷ്ണങ്ങൾ? അപ്പോൾ നമ്മുടെ ചോദ്യം നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എത്ര കഷ്ണങ്ങൾ കാണും എന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, 17.5നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നിങ്ങൾക്ക് എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നു. ഇവിടെയും ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ്, താഴെയും ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ്. അപ്പോൾ രണ്ടിടത്തും ഒരേ സ്ഥാനങ്ങളാണ്, ഒരു സ്ഥാനം വെച്ചാണ് പോയിന്റെങ്കിൽ നമുക്കതിനെ 175/25 എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണ്, വളരെ സിമ്പിൾ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കറിയാം ഡിവൈഡ് ചെയ്യും. 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കറിയാം 5ഉം 3ഉം 15ഉം ബാക്കി എത്ര വരും? 25. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് വരും. ഓക്കെ ആണ്. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഉത്തരം എന്താ? എത്ര പീസസ് ആക്കാൻ പറ്റും? 7 കഷ്ണങ്ങളാക്കാനാണ് പറ്റുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഈ ഡിവിഷനൊക്കെ ഇങ്ങനെ സ്പീഡപ്പായിട്ട് പഠിക്കുക കേട്ടോ, സ്ലോ പഠിക്കരുത്. നിങ്ങൾ മിടുക്കരായിട്ട് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന ഹോംവർക്ക് ചോദ്യമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചോദ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വെസലിൽ, ഒരു പാത്രത്തിൽ എത്രയുണ്ട്? 4.05 ലിറ്റർ വെളിച്ചെണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അതിനെ 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പികളാക്കുകയാണെങ്കിൽ എത്ര കുപ്പികൾ വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യമാണ്. ജസ്റ്റ് ഡിവിഷൻ, ഹരണം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് കൃത്യമായി ഹരിച്ചിട്ട് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, മിടുക്കരായിട്ട് വന്നിരുന്ന് പഠിക്കുക.